ദേവീശരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അന്നദാന മഹായജ്ഞത്തിൻ്റെ വേദിയിലാണ്. മണ്ഡപത്തിൽ ഇന്നത്തെ രണ്ടാം ദിവസത്തെ വൈകിട്ടുള്ള അന്നദാനം നടക്കുകയാണ്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ശരണം ദേവീശരണം. അന്നദാന യജ്ഞ വേദിയിലെ രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ ഭക്ഷണ സമയമാണിപ്പോൾ. വൈകിട്ട് 6:30 തുടങ്ങുന്ന ഭക്ഷണം അത് തീരുന്നത് വരെയാണ്. നാളത്തേക്കുള്ള പച്ചക്കറി അരിയുന്ന അമ്മമാരുടെ തിരക്കാണ് അവിടെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നവരാണ് ഇവർ. ഇവിടെ പാത്രമൊന്നും കഴിച്ചവർ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഗ്ലാസും പാത്രമൊക്കെ വാങ്ങിക്കാനും കഴുകാനുമായിട്ട് യജ്ഞസേവകർ വേറെയുണ്ട്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. അമ്മ തരം മക്കൾ അമ്മ കാക്കണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് സൗകര്യം. അമ്മ കാരണമായൊരു സുഖം. അങ്ങനെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പാലക്കാട് വടക്കഞ്ചേരി മഞ്ഞപ്ര പ്രാക്കോത്തുനിന്ന് വന്നിട്ടുള്ള പാലക്കാട് വടക്കഞ്ചേരി. എന്താണ് സേവാഭാരതിയുടെ അന്നദാനത്തെ പറ്റിയൊക്കെ അഭിപ്രായം? നല്ല അഭിപ്രായം. എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്? വർഷമായി. ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ? സന്തുഷ്ടരാണോ? പിന്നെന്താ, ഇതുപോലൊരു അവസരം കിട്ടിയതുണ്ട്. അതെ, ഭക്തിയുടെ ഇതല്ലേ. ഒരു നിമിഷമാണ് അത്. എവിടെയാ സ്ഥലം? എവിടെയാണെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തന്നെ, വല്ലച്ചിറ. പിന്നെ കുറേ ഉണ്ട് താമരശ്ശേരി. എന്താണ് സേവാഭാരതിയുടെ അന്നദാനത്തെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം? ഏറ്റവും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ആനുകൂല്യത്തിൽ നിൽക്കുന്ന സ്റ്റാഫ്. അവരോടാണ് ഞങ്ങൾ ഏറ്റവും അധികം നന്ദി പറയുന്നത്. ഞങ്ങൾക്ക് വളരെയധികം നന്ദി. ഞങ്ങൾ ഫോട്ടോയിൽ മാത്രം കാണുന്ന ആളുകളൊക്കെ നേരിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു സാന്നിധ്യം മക്കളെ വേദി ഒരുക്കി തരാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഇന്നലെ പോവില്ലല്ലോ, നാളെയല്ലേ പോവുള്ളൂ. അവധി ഉണ്ടല്ലോ കഴിഞ്ഞു. കഴിഞ്ഞാൽ ഞങ്ങളെ കാണില്ല.
എനിക്ക് തരണം കേട്ടോ. ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം കേട്ടോ. അമ്മേ ശരണം, ദേവി ശരണം. നിങ്ങളൊക്കെ എവിടെന്നാ വരണേ? സ്വാമി കൊടകര. ആ അടുത്ത് തന്നെയാണല്ലോ. എന്താണ് സേവാഭാരതിയുടെ ഭക്ഷണത്തെ പറ്റി, അന്നദാനത്തെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായം? ഞങ്ങളെ നിറയെ അനുഗ്രഹിച്ചോട്ടോ. ഇവരുടെ ഒപ്പം വന്നതല്ലേ? നമസ്തേ നമസ്തേ. എവിടെന്നാ വരണേ? കൊടകര. ആ നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പൊ കുറെ പ്രാവശ്യമായിട്ട് വരണതല്ലേ? എന്താണ് സേവാഭാരതിയുടെ അന്നദാനത്തെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായം? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം വേണം കേട്ടോ. ആ നാളെയല്ലേ പോവുള്ളൂ? കാവുതീണ്ടലൊക്കെ കഴിഞ്ഞിട്ട്. ആ അതെ അതെ അതെ. ആ ആ ആ ആ നാളെയല്ലേ പോവുള്ളൂ? ശരി ശരി. യെസ്. ഔ ശരണം ദേവി ശരണം. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അന്നദാന പന്തലിലെ അടുക്കളയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വിറകടുപ്പിലാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. 3 ദിവസം നിർത്താതെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടുക്കളയാണ് കേട്ടോ ഇത്. 29, 30, 31 ദിവസങ്ങളിലാണ് ഇവിടെ ഭരണി മഹോത്സവത്തിൻ്റെ പരിപാടികൾ. ആ 3 ദിവസവും നിർത്താതെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊടും ചൂടിൽ ഇത്രയധികം കഷ്ടപ്പെട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നവരെയാണ് നമ്മൾ പൂവിട്ട് തൊഴേണ്ടത്. കാരണം അകത്തും ചൂട്, പുറത്തും ചൂട്, അവർ നിൽക്കുന്നിടത്തും ചൂട്, സാധനങ്ങളുടെ ചൂട്. നമുക്കൊന്ന് അടുത്തേക്ക് പോയിട്ട് വിറക് കത്തിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കൊന്ന് നടക്കാൻ പറ്റില്ല. അത്രയും ചൂടിലാണ് അവർ പണിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരാണ് ശരിക്കും യജ്ഞസേവകർ എന്ന് പറയുന്നത്. ഈ യജ്ഞം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ മനസ്സും ശരീരവും ഒക്കെ അർപ്പിച്ചുകൊണ്ടുള്ള, പൂർണ്ണമായിട്ടും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ അടുക്കളയിൽ നടക്കുന്നത്.
അമ്മേ ശരണം, ദേവി ശരണം. ചെങ്ങന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അന്നദാനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നം കൊടുക്കുന്ന പന്തലാണിത്. ഇവിടെയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. ഇതിൽ ഗ്ലാസ് വാങ്ങിക്കുന്നതിനും പാത്രം കഴിച്ചവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത് വൃത്തിയാക്കുന്നതിനും അത് കൊണ്ടുപോയി വെക്കുന്നതിനും അത് കഴുകുന്നതിനും ഒക്കെ വേറെ വേറെ സ്ഥലങ്ങളുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്നദാന പന്തലാണിത്. 18 വർഷമായിട്ട് സേവാഭാരതി നടത്തി വരുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ നടയിലെ ഏറ്റവും കർമ്മനിരതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് അന്നദാന മഹായജ്ഞമാണ്. എല്ലാ വർഷവും ഭരണിക്ക് അന്നദാന മഹായജ്ഞം നടക്കുന്നു. മാതൃസമിതിയുടെയും അല്ലാത്തതുമായിട്ടുള്ള പ്രവർത്തകർ, വിവിധ ഹൈന്ദവ സാമുദായിക സാമൂഹിക സന്നദ്ധ സേവാ സംഘടനകളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം, ഒത്തൊരുമയുടെ ഫലമാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും, ആരെയും ഒഴിച്ചു നിർത്തുന്നില്ല, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്രയും ഭംഗിയായിട്ട് അച്ചടക്കത്തോടു കൂടി ഒരു അന്നദാന മഹായജ്ഞം നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ കൂടെ അങ്ങ് പോയാലോ? തുടങ്ങി വിവിധ സേവാ പ്രവർത്തനങ്ങൾ മുഴുവൻ ഭക്തജനങ്ങൾക്കും 3 ദിവസം തുടർച്ചയായി ഇവിടെ ലഭ്യമാക്കുന്നു. കഴിക്കുന്ന ഭക്ഷണത്തെ ഈശ്വരനായി കാണുന്നവരാണ് നാം. നമുക്ക് നൽകുന്ന ഭക്ഷണം ഒരു തരി പോലും പാഴാക്കാതെ കഴിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. യജ്ഞസേവകർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നമുക്കൊരുമിച്ച് ഈ സേവാ പ്രവർത്തനം നടത്താം. അമ്മയെ കാണാൻ അകലങ്ങളിൽ നിന്നും അമ്മയെ ദേവി മന്ത്രമോദി വരുന്നവർക്ക് കൊടുങ്ങല്ലൂരമ്മയുടെ മണ്ണിൽ വിശന്നിരിക്കേണ്ടി വരരുത് എന്ന ദൃഢനിശ്ചയവുമായി 3 ദിവസം തുടർച്ചയായി നമ്മുടെ യജ്ഞസേവകർ നമുക്ക് ഭക്ഷണം വിളമ്പുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനത്തിന് പുറമെ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എന്നീ 3 വിഭാഗങ്ങളിലുമുള്ള ചികിത്സാ സഹായവും തുടർച്ചയായി നൽകി വരുന്നു.